السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. വേദിയിലെ ഏറ്റവും ആദരണീയനായ പണ്ഡിത ശ്രേഷ്ഠൻ, നമ്മുടെ മർക്കസിന്റെ ജനറൽ സെക്രട്ടറി, ഭാരവാഹികൾ, എൻ്റെ പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികളെ, സഹോദരങ്ങൾ, വളരെ സന്തോഷമുള്ള ഒരു ഒത്തുചേരലിലാണ് നമ്മളുള്ളത്. ഈ മഴ പെയ്യുമ്പോൾ കുട്ടിസ്താദ് പറയുന്ന പോലെ തന്നെ നമ്മുടെ മനസ്സിലും ഒരുപാട് മർക്കസിലെ മഴക്കാലം തിരിച്ചു വരികയാണ്. വളരെ കുറെ രാത്രികളും ഞാനിപ്പോ ഓർമ്മ വരുന്നത് കുണ്ടറത്തുള്ള ഒക്കെ ഞങ്ങളെ കുറച്ച് ബാച്ചിലുള്ള കുറച്ച് ആളുകളെ ഇവിടെ ഉള്ളൂ. ഞങ്ങൾ സ്ഥിരമായിട്ട് മഴക്കാലത്ത് നീന്തറിയാവുന്ന ആളുകൾ നമ്മളെ ക്യാമ്പസ് മതിൽ ചാടി പോകുന്ന കുളമായിരുന്നു അത്. ആ കുളം നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുകയായിരുന്നു. പ്രത്യേകിച്ച് കുട്ടിസ്ഥാനെ പോലെയുള്ള ആളുകളെ അത്രയും ഭയമായിരുന്നു അന്ന്. ഈ മഴക്കാലത്ത് തന്നെയാണ് കുട്ടിസ്ഥാത്ത് ആ അടിയെ ഓർമ്മിപ്പിക്കേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അന്ന് നമ്മൾ സ്വാഭാവികമായിട്ടും ഒഴിവ് ദിവസം കുളത്തിലേക്ക് പോയാൽ കുളത്തിന് നീന്തി മിക്കവാറും ലുഹർ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചെത്താറുണ്ടായിരുന്നു. അന്ന് കിട്ടിയ അടിയുടെ പാടുകൾ ഇപ്പോഴും ഒരു നല്ല ഓർമ്മയായിട്ട് ഈ മഴക്കാലത്തുണ്ട് എന്ന് ബഹുമാന്യനായ കുട്ടിസ്ഥാനെ ഓർമ്മിപ്പിക്കാൻ വളരെ സന്തോഷമുള്ള ഒരു ക്യാമ്പസാണ് മർക്കസ്. മനസ്സിലെപ്പോഴും നമ്മൾ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് നല്ല ഓർമ്മകൾ, ഒരുപാട് നല്ല കൂട്ടുകാർ, ജീവിതത്തിന്റെ വ്യത്യസ്തമായ വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴും എന്നും മർക്കസ് നമ്മളെ തിരിച്ചു വിളിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോഴും നമ്മൾ പല കോളേജുകളിലും പഠിച്ചിട്ടുണ്ട്, പല വിദ്യാലയങ്ങളിലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ മർക്കസ് ഒരു വലിയ നമ്മുടെയൊക്കെ മനസ്സിലെ ഒരു വല്ലാത്ത ഒരു അനുഭവമാണ്. ഞാനും മനോർദ്ധങ്ങളും എപ്പോഴും എവിടെങ്കിലും വെച്ചിട്ട് കാണുമ്പോൾ മർക്കസിനെ കുറിച്ച് പറയാതെ ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയേറെ സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവമാണ്. എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഈ വലിയ സ്ഥാപനത്തിൽ നിന്ന് മാത്രമാണെന്ന് അഭിമാനത്തോടെ ഞാൻ എവിടെയും പറയാറുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഇവിടെ ആർട്സ് കോളേജിലാണ് പഠിച്ചത്. 90-92 വർഷത്തിലാണ്. അന്ന് SSLCക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടി, സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കണം എന്നൊക്കെ പലരും പറഞ്ഞപ്പോഴും എന്നെ ഈ വിദ്യാലയത്തിലേക്ക് കൊണ്ടുവന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ മനസ്സിൽ, അദ്ദേഹം ഇപ്പോഴില്ല, നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ഒരു വലിയ സ്വപ്നം ഉണ്ടായിരുന്നു. ആ സ്വപ്നം, ഞാൻ ഒരിക്കലും ഒരു ഡോക്ടർ ആവേണ്ട ആളല്ല, ഞാൻ ഒരിക്കലും ഒരു എഞ്ചിനീയർ ആവേണ്ട ആളല്ല, ഞാൻ എന്താവണമെന്ന് എന്റെ ഉപ്പയ്ക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഇപ്പോഴും പൊതുപ്രവർത്തന രംഗത്തും സർഗാത്മക രംഗത്തുമൊക്കെ നിറഞ്ഞ് പ്രവർത്തന രംഗത്ത് നിൽക്കുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, വേറൊരു വഴിയിലൂടെ നമ്മൾ സഞ്ചരിച്ചിരുന്നെങ്കിൽ ഒരിക്കലും കിട്ടാത്ത വലിയ അംഗീകാരവും ആദരവുമൊക്കെ ലഭിക്കാനിടയായിട്ടുള്ളത് ഈ മർക്കസിന്റെ ക്യാമ്പസിനകത്ത് ജീവിച്ചു എന്നത് തന്നെയാണ്. കുട്ടിസ്താദായിരുന്നു ഞങ്ങൾക്ക് തഫ്സീർ പഠിപ്പിച്ചിരുന്നത്. അന്ന് ആർട്സ് കോളേജിലെ കുട്ടികൾക്ക് അധികം മതപഠന ക്ലാസുകൾ ഒരുപാടൊന്നുമില്ലായിരുന്നു. പക്ഷേ ഖുർആനും ഹദീസും ഒക്കെ ഞങ്ങളെ പഠിപ്പിക്കുന്നത് അങ്ങനത്തെ കുറച്ച് ക്ലാസുകളായിരുന്നു ഉണ്ടായിരുന്നത്. യാക്കൂബ് ഉസ്താദ് ഇവിടെ ഉണ്ട്. അന്നത്തെ ആ തഫ്സീർ പഠിച്ച കാലത്തെ ഒരു വലിയ അനുഭവങ്ങളാണ് വിശുദ്ധ ഖുർആനുമായി എന്തെങ്കിലും ഒരു ബന്ധം നമുക്കുണ്ടെങ്കിൽ അതുണ്ടാക്കി തന്നത്.
ഒരുപാട് പേർ സംസാരിക്കാനുണ്ട്, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്തായാലും മർക്കസിലെ ആ 90 മുതൽ 92 വരെ ഉള്ള കാലത്ത് ആർട്സ് കോളേജിൽ പഠിച്ച ഒരു കാലത്താണ് പ്രസംഗിക്കാനും എഴുതാനും എല്ലാമുണ്ടായ വലിയ ചോദനകൾ എല്ലാം വളർത്തിയത് മർക്കസാണ്. മാത്രമല്ല, ഇപ്പോൾ എന്റെ ബാച്ചിൽ പഠിച്ച ആളുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പലരും പല സ്ഥലത്താണ്. പക്ഷെ വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ ഒരു തവണ മിസ്സായതുകൊണ്ട് നിർബന്ധമായിട്ടും ഇത്തവണ എത്തിച്ചേരണമെന്ന് അതിയായി ആഗ്രഹിച്ചതായിരുന്നു. ഒരാഴ്ചക്കാലമായി ഞങ്ങളുടെ ബാച്ചിലുള്ള അന്ന് പഠിച്ച കുട്ടികളൊക്കെ വാട്സപ്പിൽ നിരന്തരമായി ഈ പരിപാടിയെക്കുറിച്ച്, ഇപ്പൊ കുട്ടിസ്താദ് ഇവിടെ പറഞ്ഞ പോലെ എല്ലാവരും ഒരാഴ്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മറന്നു പോകരുത്, ഈ ദിവസം മറന്നു പോകരുത് എന്ന് ഓർമ്മിപ്പിക്കുകയായിരുന്നു. അങ്ങനെ മനസ്സിൽ മർക്കസിനെ സൂക്ഷിക്കുന്ന ഒരുപാട് നമ്മുടെ തലമുറയുണ്ട്. തീർച്ചയായിട്ടും നമ്മളാണ് ഈ സ്ഥാപനത്തിന്റെ അംബാസഡർമാർ എന്ന് പറയുന്നത്, നമ്മളാണ് ഇതിന്റെ പ്രചാരകർ. ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ ബഹുമാന്യനായ അംസകുട്ടി ഉസ്താദ് പറയണ്ടായി, നമുക്കൊരു വലിയ ഭാഗ്യമാണ് ഈ മർക്കസ് ഒരിക്കലും കൈവിട്ടു പോയിട്ടില്ല. കുഞ്ഞുട്ടിയാജിയുടെ ആ പൈതൃകവും പാരമ്പര്യവും ഒക്കെ ഇപ്പോഴും നമ്മളൊക്കെ മനസ്സിലുണ്ടാവും. അന്ന് അദ്ദേഹത്തെ അറിയാവുന്ന ആ മുറുക്കി ചുവപ്പിച്ച ചുണ്ടും അതിലെ കൃത്യമായ ആത്മാർത്ഥതയും. വളരെ വിദ്യാഭ്യാസമൊന്നുള്ള ആളായിരുന്നില്ല കുഞ്ഞുട്ടിയാജി, പക്ഷേ ഒരു വലിയ വിദ്യാഭ്യാസ വിചക്ഷണന് സ്വപ്നം കാണാൻ കഴിയുന്ന അതിലപ്പുറത്തുള്ള സ്വപ്നങ്ങളായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. എനിക്ക് വലിയ അഭിമാനം തോന്നുന്നു. അംസകുട്ടി ഉസ്താദ് ഇവിടെ സംസാരിക്കുമ്പോൾ എത്ര വലിയ കാര്യങ്ങളാണ് പറയുന്നത്. നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ചെയ്യാൻ കഴിയാത്ത എത്ര വലിയ കാര്യങ്ങളാണ് ഈ മർക്കസ് ചെയ്യുന്നത് എന്നറിയുമ്പോൾ ഞാൻ വളരെ കൗതുകത്തോടെ കേൾക്കുകയായിരുന്നു. നമുക്കൊക്കെ അഭിമാനിക്കാം, നമ്മൾ ഈ സ്ഥാപനത്തിന്റെ ഭാഗമായതിൽ, നമ്മൾ ഇവിടുത്തെ കുട്ടികളായതിൽ. നമ്മളൊക്കെ ജീവിതത്തിൽ എന്ത് നേടിയാലും അത് മർക്കസിന് അതിന്റെ ഒരു വലിയ പങ്കുണ്ട് എന്നത് വളരെ പ്രധാനമാണ്. കാരണം നമ്മളുടെ സ്വഭാവ രൂപീകരണത്തിന്റെ ഏറ്റവും പ്രധാന ഘട്ടത്തിലാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ആ മർക്കസാണ് നമുക്ക് സ്വഭാവം തന്നത്, നമുക്ക് പെരുമാറ്റം തന്നത്, ശീലങ്ങൾ തന്നത്. ഞാനിപ്പോഴും ഓർക്കുകയാണ്, ചന്ദ്രികയിൽ ആദ്യമായി ഒരു കവിത പ്രസിദ്ധീകരിച്ചത് ഞാൻ മർക്കസിൽ 2ാം വർഷം പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ്. അന്നത്തെ എന്റെ സന്തോഷം ഇന്നും എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. പിന്നീട് ഒരുപാട് എഴുതുകയും ഒരുപാട് പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്തപ്പോഴും അന്നത്തെ മർക്കസിൽ നിന്ന് ആദ്യമായി ചന്ദ്രിക വാരാന്ത പതിപ്പിലേക്ക് ഒരു കവിത അയക്കുകയും അന്നത് പ്രസിദ്ധീകരിച്ച് വരികയും ചെയ്തപ്പോഴുണ്ടായ സന്തോഷം. ഇന്ന് ആ ചന്ദ്രിക വാരാന്ത പതിപ്പിന്റെ എഡിറ്ററാണ് ഞാൻ. പക്ഷേ ഇപ്പോഴും ഞാൻ ആ ഓർമ്മ എന്റെ മനസ്സിൽ സൂക്ഷിക്കുകയാണ്. അതൊരു വല്ലാത്ത അനുഭവമാണ്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ തന്നിട്ടുള്ള പ്രിയപ്പെട്ട ഉസ്താദന്മാർ ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ അഡ്വൈസ് ചെയ്യായിരുന്നു, നമ്മളെ വിഷയം കൈകൾക്ക് മാത്രമേ ഇത് പോയിട്ടുള്ളൂ എന്നുള്ളതാണ്. അത് കെ കെ ഉസ്താദിന്റെ ഒരു വലിയ ബർക്കത്തായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങളൊക്കെ കെ കെ ഉസ്താദിന്റെ ഒരു മുഖം തന്നെ ഇപ്പോഴും ഇവിടെ മനസ്സിലുണ്ട്. എന്തൊരു പ്രശോഭിതമായിട്ടുള്ള, എന്തോ ഒരു പ്രകാശമാനമായ ഒരു മുഖമായിരുന്നു. അത് കാണാൻ ഭാഗ്യമുണ്ടായത് ഒരു വലിയ അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുകയാണ്. മനസ്സിലങ്ങനെ എത്ര വിനയമായിരുന്നു. ഒരു പണ്ഡിത ശ്രേഷ്ഠനായി വലിയ ഉയരത്തിൽ നിൽക്കുമ്പോഴും എത്ര താഴ്മയോടെയാണ്, എത്ര ചെറിയ ശബ്ദത്തിലാണ് അവർ സംസാരിച്ചിരുന്നത്. അതൊക്കെ ഒരു വലിയ അനുഗ്രഹമാണ്, അനുഭൂതിയാണ്. അള്ളാഹു തീർച്ചയായിട്ടും ഈ മർക്കസിന് വേണ്ടി ജീവിതത്തിൽ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ, തിരിച്ചു കൊടുക്കാൻ, നമുക്കൊരുപാട് തന്ന സ്ഥാപനമാണ്. എന്തെങ്കിലും തിരിച്ചു കൊടുക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതൊരു വലിയ ഭാഗ്യമാണ്. നിങ്ങൾ നോക്കൂ, എത്രയോ നമുക്കിടയിൽ നിന്ന് നമ്മുടെ കൂടെ നടക്കേണ്ടിയിരുന്നവർ പലരും ഇന്നില്ല. പക്ഷേ അവർക്ക് വേണ്ടി പല ഭാഗത്തു നിന്ന്, പല ദേശത്തു നിന്ന് എത്തിയ നമ്മളെല്ലാം ദുആ ചെയ്യുകയാണ്. നാളെ നമുക്കും കിട്ടുമെന്നുറപ്പുള്ള ഒരു പ്രാർത്ഥനയാണ്. അതിനേക്കാൾ വലുത് നമുക്ക് മർക്കസ് ഒന്നും തരാനില്ല. തീർച്ചയായും മർക്കസിന്റെ മക്കളായി എന്നത് മഹാഭാഗ്യമാണ്. ഈ അവസരത്തിൽ സംസാരിക്കാൻ അവസരം തന്നതിനുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ബഹുമാന്യരായ ഉസ്താദന്മാരുടെ പ്രാർത്ഥനയിലെ എപ്പോഴും ഞങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ട്. ഉണ്ടാകണമേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ പരിപാടി വിജയിപ്പിക്കേണ്ടത് നമ്മൾ പൂർവ്വ വിദ്യാർത്ഥികളും ഇവിടുത്തെ പൂർവ്വ അധ്യാപകരും തന്നെയാണ്. നിങ്ങൾ ആ വരാന്തയിലും ക്ലാസ് മുറിയിലൊക്കെ ഉള്ള ആളുകൾ ഇവിടെ കയറിയിരിക്കണം, നിർബന്ധമായിട്ടും കയറിയിരിക്കണം, എല്ലാവരും വന്നിരിക്കണം ഇവിടെ. എന്നിട്ട് നിങ്ങളങ്ങനെ പോകാനും പറ്റൂല. നിങ്ങളെല്ലാവരും പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയണം. ചില ആളുകളൊക്കെ പേര് ഞാൻ വിളിക്കും, ആ വിളിക്കാൻ വിളിക്കുമ്പോൾ സ്റ്റേജിൽ എല്ലാവരും വരണം. എല്ലാവരും ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കണം. ഇനി ഇങ്ങോട്ട് ഇവിടുത്തെ നമ്മുടെ സ്ഥാപനത്തിൽ
പ്രഥമ അധ്യാപകൻ എന്ന കാര്യം ഉണർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ ഈ വേദിയുടെ അധ്യക്ഷൻ അബ്ദുറഹ്മാൻ ബാഫി തങ്ങൾ അവരുകളെ, വേദിയിലുള്ള ബഹുമാന്യരായ പണ്ഡിതരെ, നേതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സമയം വളരെ വിലപ്പെട്ട ഈ സന്ദർഭത്തിൽ എന്താണ് പറയേണ്ടതെന്ന് വ്യക്തമായ രൂപമില്ല. 1986 ആദമനാട് കേന്ദ്രമാക്കിയൊരു വിദ്യാലയം തുടങ്ങുന്നു എന്നുള്ള വിവരം പത്രത്തിലൂടെ അറിഞ്ഞപ്പോൾ അന്ന് ഇതിന്റെ ജനറൽ സെക്രട്ടറി ആയി പ്രവർത്തിച്ചിരുന്ന ബഹുമാനപ്പെട്ട കെ ടി കുഞ്ഞുട്ടി ഹാജി, അന്ന് അദ്ദേഹം ഹാജിയായിട്ടില്ല, കെ ടി കുഞ്ഞുട്ടി സാഹിബുമായി നേരിട്ട് ബന്ധപ്പെട്ടു ഞാൻ. അതിനുശേഷം പാണക്കാട് ആദരണീയനായ സയ്യിദ് ശിഹാബ് തങ്ങളുടെ ഭവനത്തിൽ വെച്ച് കൂടിയ യോഗത്തിലേക്ക് സെക്രട്ടറിയും മറ്റ് ബഹുമാനിയായ പണ്ഡിതന്മാരും പോയപ്പോൾ എന്നെ കൂടി കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ചൊരു തീരുമാനമെടുത്തതാണ്, ഞാൻ ഇവിടെ അധ്യാപകനായി നിയമിക്കപ്പെടുന്നത് വരെ ആദ്യം ഇവിടുത്തെ ഓഫീസ് കാര്യങ്ങൾ നോക്കാൻ ഒരു ക്ലർക്ക് എന്ന നിലയിൽ എന്നെ ചുമതല ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ആ ചുമതല ഏറ്റെടുത്തു. പിന്നെ സ്കൂൾ ആരംഭിച്ചപ്പോൾ പ്രധാന അധ്യാപകനായിട്ടല്ല, ആദ്യത്തെ അധ്യാപകനായി എന്നെ നിയമിക്കുകയുണ്ടായി. ജലീൽ ഫൈസി, ബഹുമാനപ്പെട്ട ജലീൽ ഫൈസി പുല്ലങ്കോട് ആയിരുന്നു ആദ്യത്തെ മാനേജർ. പി മുഹമ്മദ് ഫൈസി അവർകൾ, അബ്ദുള്ള കുട്ടി ഫൈസി, കുഞ്ഞിത്ത് ഉസ്താദ്, ആദ്യത്തെ ഈ സ്ഥാപനത്തിന്റെ കാര്യങ്ങൾ നോക്കിയിരുന്ന വ്യക്തികളായിരുന്നു. അവരും ഇവിടെ നേരത്തെ പേരെടുത്ത് പറയപ്പെട്ട ബഹുമാന്യ വ്യക്തികളെല്ലാവരും, പലരും, ചില വിദ്യാർത്ഥികളുമെല്ലാം മരണപ്പെട്ടുപോയി എന്നുള്ള കാര്യം ഇവിടുത്തെ വിദ്യാലയത്തിലാണ്. അന്ന് ഉണ്ടായിരുന്ന പല വിദ്യാർത്ഥികളെയും അധ്യാപകരെയും എല്ലാം കാണാൻ കഴിയുമെന്ന് വളരെ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് സത്യത്തിൽ ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. പ്രഥമ ബാച്ചിലെ കുട്ടികളെല്ലാം ഇപ്പോഴും കുറെ പേരൊക്കെ ഇപ്പോഴും മനസ്സിൽ ഓർമ്മയുണ്ട്. അവരൊക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ടാകും, കുറെ പേരൊക്കെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് വന്നത്. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചത് കാലത്തൊരു മാറ്റം വരുത്താൻ ഇപ്പോഴും കഴിയാതിരുന്ന കുട്ടിസ്താദ് അന്ന് അദ്ദേഹത്തെ കാണുമ്പോഴും ഇപ്പോൾ അദ്ദേഹത്തെ കാണുമ്പോഴും രൂപത്തിലോ വർത്തമാനത്തിലോ ശബ്ദത്തിലോ ഒന്നും കാര്യമായൊരു വ്യത്യാസം. അദ്ദേഹം വളരെ കഠിനമായ രീതിയിൽ അദ്ദേഹത്തിന്റെ ജോലി തുടർന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു അദ്ദേഹത്തിന് കൂടുതൽ ഈ മഹത്തായ സേവനം ചെയ്യാൻ അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട തങ്ങൾ അവർ ആദ്യത്തെ
ബാച്ചിലെ ആദ്യ ഞാനിവിടെ ആദ്യമായി ഈ ക്യാമ്പസിലേക്ക് കടന്നു വന്നപ്പോൾ ഈ ബോർഡിംഗ് മദ്രസ, ഈ ബോർഡിംഗിന്റെ കെട്ടിടവും ഇപ്പുറത്തുള്ള ഈ കെട്ടിടവും ഗസ്റ്റ് ഹൌസും ഉണ്ടായിരുന്നതായിട്ടാണ് എന്റെ വിദ്യാഭ്യാസത്തോടനുബന്ധിച്ച് ഒരു വാട്ടർ ടാങ്കിൽ ബഹുമാനപ്പെട്ട നാരാത്ത് അബ്ദു ഹാജി വെള്ളം പമ്പ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ത്തിന്റെ നിരന്തരമായ ഓടി നടന്നുള്ള പ്രവർത്തനവും ഗൾഫിൽ നിന്ന് ബഹുമാനപ്പെട്ട ആദർശേരി ഉസ്താദിനെ പോലും ഇവിടെ എനിക്കുള്ള കാളാവ് ഉസ്താദിനെ പോലൊക്കെയുള്ള നിരവധി പ്രഗത്ഭ വ്യക്തികളുടെ നിരന്തരമായ അധ്വാനത്തിന്റെ ഫലമാണ് ഈ 36 ഏക്കറിൽ പരന്നുകിടക്കുന്ന KG മുതൽ PG വരെ ഉള്ള ധാരാളം കോഴ്സുകൾ നടത്തപ്പെടുന്ന ഈ മഹാവിദ്യാലയം. ഇതിന്റെ വളർച്ചയിൽ വളരെയേറെ സന്തോഷം എനിക്ക് എന്നും തോന്നിയിട്ടുണ്ട്. ഞാനിവിടെ നിന്ന് വിട്ടുപോയി എങ്കിലും പലപ്പോഴും ഞാനിവിടെ വന്നിട്ടുണ്ട്. നിരവധി സന്ദർഭങ്ങളിൽ ഒരു 10 പ്രാവശ്യമെങ്കിലും ഞാനിവിടെ വന്നിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. അത് ഈ സ്ഥാപനത്തോടുള്ള എന്റെ മാനസികമായ ബന്ധം കൊണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ വളർച്ചയിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. ഇവിടെ നിന്ന് വളർന്നു വരുന്ന ഈ സമുദായത്തിന്റെയും ഈ നാടിന്റെയും വരുന്ന കാലങ്ങളിൽ ഈ ലോകത്തിന് നല്ല പ്രകാശം പരത്തുന്ന ഉന്നത വ്യക്തികളായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. സമയം കുറവായതുകൊണ്ട് ഞാൻ മറ്റൊന്നും പറയുന്നില്ല. അസ്സലാമു അലൈക്കും. എല്ലാവരും തയ്യാറായി നിൽക്കുക. പിന്നെ സ്വയം വന്നുകൊണ്ട് പ്രസംഗിക്കേണ്ടതാണ്. എല്ലാവരെയും പേര് വിളിക്കാൻ കഴിയില്ല, പേര് അറിയില്ല, അങ്ങനെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇനി പേര് വിളിക്കാതെ തന്നെ വരാൻ ആളുകൾ വന്ന് ഇവിടെ സംസാരിക്കേണ്ടതാണ്. അതിനു മുമ്പ് പിന്നെ നൗസാദ് താഴക്കോട് ഞാൻ അറിയുന്ന ഒരു ആളായതുകൊണ്ട്, പെട്ടെന്ന് അറിയുന്ന ഒരാളായതുകൊണ്ട് വിളിക്കാം. എല്ലാവരും അറിയും, പക്ഷെ പേര് പറയാൻ ബുദ്ധിമുട്ടാണ്, അതാണ് പ്രശ്നം. അത് നൗസാദ് താഴക്കോട് ഇങ്ങോട്ട് പ്രസംഗിക്കും. ബഹുമാനപ്പെട്ട ഈ സ്ഥാപനത്തിന്റെ ജനറൽ സെക്രട്ടറി ഉസ്താദ് അവറുകളെ, അതുപോലെ തന്നെ പ്രിൻസിപ്പൽ, അതുപോലെ കുട്ടി ഉസ്താദ് അടക്കം ബഹുമാനപ്പെട്ട തങ്ങളടക്കമുള്ള മഹൽ വ്യക്തിത്വങ്ങളെ, നല്ലവരായ ഈ സ്ഥാപനത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളെ, മറ്റു ഇന്നും ഈ സ്ഥാപനത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ സുഹൃത്തുക്കളെ, ഒരു 10-25 വർഷക്കാലം മുമ്പാണ്, ഏകദേശം ഒരു 1/4 നൂറ്റാണ്ട് പഴക്കമുണ്ട്, ഞാൻ ഈ സ്ഥാപനത്തിൽ 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ച സമയത്ത് ബഹുമാനപ്പെട്ട തങ്ങൾ എന്റെ നേരെ ഒരു ക്ലാസ് മുകളിലായിരുന്നു. തങ്ങളെ വളരെ കൃത്യമായി എനിക്ക് ഓർക്കാൻ കഴിയുന്നുണ്ട്. വളരെ സുന്ദരമായ വട്ടമുഖത്തിൽ നീലപ്പാന്റും വെള്ള ഷർട്ടുമൊക്കെ ഇട്ട് തങ്ങളൊക്കെ ഒരുമിച്ച് ഞങ്ങൾ ഈ പള്ളിയിലേക്ക് ഇവിടുന്ന് ബോർഡിംഗിൽ നിന്ന് പോയിരുന്നതൊക്കെ ശരിക്കും ഇപ്പോഴും ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കുട്ടി ഉസ്താദ് എല്ലാവർക്കും അറിയുന്നത് പോലെ അന്നും ഇന്നും ഒരുപോലെ കാണാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് കുട്ടി ഉസ്താദ്. ഇതേ ഏകദേശം അന്ന് പ്രായമാകാതെയും ഈ പ്രായത്തിലായിരുന്നു, ഇന്ന് ഇത്ര പ്രായമായിട്ടും ഇന്നും ഒരു ചെറുപ്പക്കാരനാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചു പോയപ്പോൾ നമ്മുടെ മർക്കസ് അങ്ങനെയാണ്, 2 മർക്കസ് ഉണ്ടാകുമ്പോൾ ഒന്ന് നമ്മുടെ മർക്കസ്, ഒന്ന് മറ്റൊരു മർക്കസ്. ഇപ്പൊ തിരിച്ചറിയാൻ കുറച്ചും കൂടി അതിന് ഒരു എളുപ്പ വഴിയുണ്ട്, മുടിയുള്ള മർക്കസ് എന്ന നിലക്ക്. പക്ഷെ അത് മുമ്പ് അങ്ങനെ ഉണ്ടായില്ല. മറ്റേത് യഥാർത്ഥത്തിൽ നമ്മളെ മർക്കസ്, മറ്റേ മർക്കസ്, ഈ നിലക്കായിരുന്നു നമ്മൾ മുന്നോട്ട് പോയിരുന്നത്. അപ്പൊ നമ്മുടെ ഒരു സ്ഥാപനം എന്ന നിലക്ക് ഇതിൽ നിന്ന് പഠിച്ചുപോയ ആളുകൾക്കൊക്കെ വലിയ ഉത്തരവാദിത്തമുണ്ട്. പ്രധാനമായിട്ട്
ഈ ഫേസ്ബുക്കും വാട്സപ്പിനെയും മൊബൈലിനെയും ഒക്കെ ഇതാലും ബന്ധപ്പെടാനോ തങ്ങൾക്ക് സപ്പാനോ ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് അയക്കാനോ നമ്മൾ കഴിഞ്ഞിട്ടില്ല. അത് തന്നെ കുന്നത്ത് സാഹിബ് തുടങ്ങി പോലെയുള്ള ആളുകൾക്കൊന്നും. അല്ലെങ്കിൽ അന്നത്തെ ബന്ധം ഇന്നും അതുപോലെ നിലനിൽക്കുമായിരുന്നു. അപ്പൊ അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമായിരുന്നു എന്നിപ്പോ തോന്നുന്നുണ്ട്. ഇതുപോലെ ഇപ്പൊ നിങ്ങൾ പുതിയ ആളുകൾക്കൊക്കെ ഇതുപോലെ ഒരുമിച്ച് കൂടാൻ കഴിയുന്ന ഒരു അവസ്ഥ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ഇത് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനവുമായി ഒരു നിരന്തരമായ ബന്ധമില്ലാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നും നമ്മുടെ സ്ഥാപനം വളരെ പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും ഇനിയും എത്രയോ പുരോഗമിക്കേണ്ടതുണ്ട്. ഒരു നല്ല ഒരു ഇന്റർനാഷണൽ ലെവലിൽ ഈ സ്ഥാപനം ഉയർന്നു വരാൻ. അതുപോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ വലിയ ലോകത്തെ ഏറ്റവും പ്രശസ്തമായ വലിയ വലിയ വിജ്ഞാനങ്ങൾ നൽകുന്ന, ഡിഗ്രികൾ നൽകുന്ന, ലോകത്തെ വിദേശ ഡിഗ്രികൾ പോലും നൽകാൻ കഴിയുന്ന, അതുപോലെ തന്നെ ഇന്റർനാഷണൽ സ്കൂളുകളടക്കം അതുപോലെയുള്ള ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രികളും മറ്റുമൊക്കെ കൊടുക്കാവുന്ന രൂപത്തിൽ വളരെ നല്ല രീതിയിൽ ഈ സ്ഥാപനത്തെ ഉയർത്താൻ കഴിയണം. നമുക്ക് നമ്മുടെ മക്കളെയൊക്കെ ഈ സ്ഥാപനത്തിൽ വലിയ ഉന്നതമായ വിദ്യാഭ്യാസം നേടാൻ ഇവിടെ ചേർക്കാൻ കഴിയും. കാരണം ഇവിടുന്ന് പഠിച്ചു പോയ പലരും നമ്മുടെ സക്കീറൊക്കെ അടക്കമുള്ള പല ആൾക്കാരും വലിയ ഡോക്ടർമാരടക്കം അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെയായി ഉയർന്നിട്ട് അവർക്കൊക്കെ മക്കളൊക്കെ പറഞ്ഞയക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതുപോലെയുള്ളൊരു സംവിധാനത്തിൽ ഈ ബോർഡിംഗ് മദ്രസകളിൽ നിന്നൊക്കെ പോയി മറ്റൊക്കെ പോയി വലിയ രാജ്യങ്ങളിലൊക്കെ വല്ല ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയി ഉയർന്നു വന്ന ആളുകൾക്കൊക്കെ അവരുടെ സന്താനങ്ങളൊക്കെ വിട്ടു പഠിപ്പിക്കാവുന്ന രൂപത്തിൽ ഒരു വലിയ സംവിധാനമായി നമ്മുടെ മർക്കസിനെ മാറ്റണം. പക്ഷെ ഇപ്പോഴും ഇന്ന് ബഹുമാനപ്പെട്ട സെക്രട്ടറി പറഞ്ഞതുപോലെ, നമ്മുടെ ഉസ്താദ് പറഞ്ഞതുപോലെ ഇപ്പോഴും നമുക്ക് സാമ്പത്തികമായി വലിയ ഒരു ഞെരുക്കം അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇതിന്റെ ഒരവസ്ഥകളും മറ്റുമൊക്കെ ഇന്നത്തെ ഈ സ്ഥാപനത്തിന്റെ യഥാർത്ഥമായ സ്ഥിതിവിശേഷങ്ങളുമൊക്കെ ഒരു നല്ല രീതിയിൽ അത് ബഹുമാനപ്പെട്ട ഈ സ്ഥാപനത്തിന് വിട്ടുപോയ ഈ സ്ഥാപനത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ എന്താണ് യഥാർത്ഥമായ ദീൻ, എന്താണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്നൊക്കെ നമ്മളൊക്കെ സുന്നിയായി സത്യത്തിൽ ഇങ്ങനെ അഭിമാനത്തോടുകൂടി ഒരു മുടിയില്ലാതെ നിലനിൽക്കുന്നത് ഈ മർക്കസിൽ പഠിച്ചതുകൊണ്ട് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമല്ല. അപ്പൊ അതുകൊണ്ട് അഭിമാനകരമായ ഒരു സുന്നിയായി അത് പറഞ്ഞുകൊണ്ട് നിലനിൽക്കാൻ നമുക്ക് സാധിക്കുന്നത്, ഒരു ഇസ്ലാമിക പ്രവർത്തനവുമായി നമുക്ക് യോജിച്ച് നിൽക്കാൻ കഴിയുന്നത്, എന്തെങ്കിലും ഒരു അസ്സലാമു അലൈക്കും എന്തെങ്കിലും ശരിക്ക് വടിനീർന്ന് പറയാൻ കഴിയുന്നതൊക്കെ നമ്മുടെ മർക്കസ് കൊണ്ടാണ്. അതുകൊണ്ട് ഈ മർക്കസ് എല്ലാ കാലവും നിലനിൽക്കുന്നതിന് വേണ്ടി, അതിന്റെ നിലനിൽപ്പിൽ സഹകരിക്കാൻ വേണ്ടി ഇവിടെ കൂടിയ പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാവരും അതിന്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ഞാൻ പറയാണ്, ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉസ്താദുമാർ അഭ്യർത്ഥിക്കുന്നത് പോലെ അതുമായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ രൂപീകരിക്കുന്നതിനും മറ്റുമൊക്കെ സാമ്പത്തികമായും ഒക്കെ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായവും ചെയ്യും. അതുപോലെ തന്നെ ഇന്ന് ഇവിടുത്തെ ഈ ചെലവ്, ഇവിടെ നിന്ന് ഏകദേശം ഒരു 1,500 ആളുകൾ സംബന്ധിക്കും. ഇന്ന് ഏകദേശം 1,10,8,000 രൂപ ഏകദേശം ഇന്നത്തെ നമ്മുടെ ഈ പരിപാടി ഇവിടെ ഭക്ഷണവും മറ്റുമൊക്കെ ഒരുക്കുന്നതിന് ഇതുപോലെയുള്ളതൊക്കെ ഒരുക്കുന്നതിൽ ഇന്ന് നമുക്കിവിടെ ചെലവ് വന്നിട്ടുണ്ട്. ഇത് പൂർവ്വ വിദ്യാർത്ഥി സംഘമാണ്. സത്യത്തിൽ പൂർവ്വ വിദ്യാർത്ഥികളാണ് സ്ഥാപനം നടത്തേണ്ടത്. നമ്മൾ സ്ഥാപനം നടത്തിയിട്ടില്ലെങ്കിലും ഇന്നത്തെ ചെലവും ഏറ്റവും ചുരുങ്ങിയതെങ്കിലും നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ഇതിന് ഭാരമാകാതെ നമ്മൾ അതുപോലെ തന്നെ മറ്റുള്ള സാമ്പത്തികമായി കഴിയുന്ന ആളുകളൊക്കെ മാസങ്ങളിലോ വർഷങ്ങളിലൊക്കെ ഒരു തുകയൊക്കെ മനസ്സിൽ കരുതി സംഭാവനകളൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വഫിയ കോഴ്സുകളും വാഫി കോഴ്സുകളും നമ്മളെ കേരളത്തിൽ നിറച്ച് ഇത് കൊണ്ടുവരാൻ സാധിക്കും. മർക്കസിന്റെ പേര് ലോകം മുഴുവൻ വളർന്ന് പന്തലിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് നമ്മളൊക്കെ അത് സഹകരിക്കണം. ഇന്നത്തെ ഇവിടെ കൂടിയ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ അതിലേക്ക് സാമ്പത്തികമായി ഒരു നിലവാരമുള്ള ആളുകളൊക്കെ, എല്ലാവർക്കും ചിലപ്പോൾ കഴിഞ്ഞില്ല, കഴിയുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് കഴിയുന്ന തുകകളൊക്കെ ഇവിടെ നൽകാൻ തയ്യാറാകണം. തികയാത്തത് ഇൻഷാ അല്ലാഹ് എത്ര ബാക്കിയാണെങ്കിലും അത് ഞാൻ തരാം എന്നുകൂടി ഉണർത്തിക്കൊണ്ട് എല്ലാവരും ഇതുപോലെ ഭാവിയുള്ള പ്രവർത്തനങ്ങളൊക്കെ എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നൗഷാദ് പറഞ്ഞ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. അത് ചോദിച്ചുകൊണ്ട് പറഞ്ഞതാണ്. കമ്മിറ്റി സെക്രട്ടറി പറഞ്ഞിരുന്നു നമ്മൾക്ക് തന്നെ അത് ചെയ്യാന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ എനിക്കും തോന്നി നമ്മളിപ്പോ ഈ ധർമ്മസ്ഥാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ബുദ്ധിമുട്ടിന്റെ കൂട്ടത്തിൽ നമ്മളിപ്പോ പൂർവ്വ വിദ്യാർത്ഥികളെ നമ്മളേതായ ഒരു ഭാരം വരുത്തണ്ട എന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ നൗഷാദ് അങ്ങനെ പറഞ്ഞപ്പോ നേരത്തെ ചോദിച്ചു. അതാണ് ഞാൻ പറയാൻ കാരണം, കണക്ക് ചോദിച്ചതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ ഇനിയിപ്പോ ഒറ്റ മാർഗമേ ഉള്ളൂ, അത് കാര്യം പൂർത്തിയാക്കുക. അവിടെ പരസ്യമായി പറഞ്ഞതുകൊണ്ട് ആ കാര്യം അങ്ങനെ നിങ്ങൾ പൂർത്തിയാക്കണം. ബാക്കി നൗഷാദ് വഹിക്കാമെന്നും പറയുന്നുണ്ട്. ഏതായാലും അത് കടറിഞ്ഞ് ചെയ്തോളൂ, നമുക്കധികം പറയണ്ട, സമയം കളയണ്ട. അപ്പൊ ഏതായാലും നമ്മുടെ ഗൾഫിലെ നമ്മുടെ ഈ സ്ഥാപനത്തിനെ ഈ തരത്തിലാക്കാൻ വേണ്ടി പരിശ്രമിച്ച കമ്മിറ്റികൾ രൂപീകരിച്ചും ഒരുപാട് അധ്വാനിക്കുകയും ചെയ്ത നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾ ഇവിടെ ഈ സ്റ്റേജിലുണ്ട്. അവര് എല്ലാവർക്കും നമുക്ക് സമയം കൊടുക്കാം. നമ്മുടെ വിദ്യാർത്ഥികളുടെ ഒരു സെഷൻ ആണല്ലോ ഇത്. അതുകൊണ്ട് അവരെല്ലാവരെയും പ്രതികരിച്ചുകൊണ്ട് നമ്മുടെ കാളാവ് സൈദലി മുസ്ലിയാർ അല്പനേരം കൂടെ സംസാരിക്കും.
السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد أفضل المرسلين وعلى آله وصحبه أجمعين. സ്നേഹബഹുമാനം നിറഞ്ഞ നമ്മുടെ അധ്യക്ഷൻ അബ്ദുറഹ്മാൻ തങ്ങൾ അവർ ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട നമ്മുടെ ഈ സ്ഥാപനത്തിന് ജനറൽ സെക്രട്ടറി ഉസ്താദ് അംസക്കുട്ടി മുസ്ലിയാര്, മറ്റു സാദാത്യങ്ങളെ ഉസ്താദന്മാരെ, മാന്യ സഹോദരന്മാരെ, വിദ്യാർത്ഥികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇവിടെ ഒരുമിച്ചുകൂട്ടിയ പോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലും അല്ലാഹു നമ്മളെ ഒരുമിച്ചുകൂട്ടി തരുമാറാവട്ടെ. ഇതുപോലെ ഇനിയും പല പ്രാവശ്യം സംഗമിക്കുവാനും ഈ മഹത്തായ സ്ഥാപനത്തെ ഓർക്കുവാനും ഇതിന് വേണ്ടുന്ന എല്ലാ നിലക്കുള്ള സഹായ സഹകരണങ്ങൾ ചെയ്യുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദ് കുട്ടി മുസ്ലിം പറഞ്ഞിട്ടുള്ളത് 5 മിനിറ്റ് കൂടാൻ പാടില്ല. ഞാൻ 2 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ന് ഒരുപാട് പരിപാടി ഉണ്ടെങ്കിലും ഞാൻ ഈ മഹത്തായ പരിപാടിയിൽ സംബന്ധിക്കാമെന്ന് ഇവിടുന്ന് അറിയിച്ചപ്പോൾ ഉറപ്പ് നൽകി. കാരണം ഈ മഹത്തായ സ്ഥാപനത്തിന്റെ ഉസ്താദന്മാരും പൂർവ്വ വിദ്യാർത്ഥികളും ഒരുമിച്ച് കൂടുന്ന ദിവസമാണ്. അവിടെ ദുആ ഉണ്ടായിരിക്കും തന്നെയുമല്ല, അതിൽ കൂടി സന്തോഷിക്കൽ വളരെ അനിവാര്യമാണ്. ഈ മഹത്തായ സ്ഥാപനത്തിന്റെ ഉത്ഭവത്തിൽ മഹാനായ നമ്മുടെ ഉസ്താദ് ഇതിന് ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ ഒരുപാട് യാതനകളും വേദനകളും സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ മഹത്തായ സ്ഥാപനത്തിന് കമ്മിറ്റി ഉണ്ടാക്കുന്ന സമയത്ത് പല ആൾക്കാരും സമാന്തര മർക്കസാണെന്ന് പറയും. തന്നെയുമല്ല, ഞങ്ങൾ റൂമാന്തരം കയറിയിറങ്ങി മെമ്പർഷിപ്പ് ചേർക്കുന്ന അവസരത്തിൽ ഒരുപാട് വേദനകൾ അനുഭവിക്കേണ്ടി വന്നു. അതെല്ലാം സഹിച്ചു. അൽഹംദുലില്ലാ, അന്നാ ക്ഷമിച്ചത് ഇന്ന് വലിയധികം സന്തോഷത്തിന്റെ ദിവസമായി തീരുകയാണ്. ഈ മഹത്തായ സ്ഥാപനത്തിൽ 10,000-ഓളം വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് പിരിഞ്ഞുപോയി. 2,000-ഓളം വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നാൾക്കുനാൾ ഈ മഹത്തായ സ്ഥാപനം ഉയരുകയും വളരുകയും ചെയ്യുന്നു. അവരുടെ എല്ലാവരുടെയും ദുആ ഉണ്ടാവും എന്നുള്ള ഒരു ആത്മാർത്ഥമായ വിശ്വാസം മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. നമ്മളെല്ലാവരും ഇതിൽ പ്രവർത്തിച്ചിട്ടുള്ളത്, മർക്കസിൽ പ്രവർത്തിച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ ഒക്കെന്നുള്ള കൂലിയെ മാത്രം കാംക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഒക്കെന്നുള്ള പ്രതിഫലം കിട്ടുമെന്നുള്ളതും, നിങ്ങളെപ്പോലത്തെ ഉസ്താദന്മാരും നല്ലവരായ ഉസ്താദന്മാരും സാദാത്യങ്ങളും വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെയും ദുആ ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷ മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. തന്നെയുമല്ല, ഈ ലോകത്തോട് വിട പറയുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇവിടെ വെച്ച് ദുആ ചെയ്തുണ്ടായി. അതുപോലെ ദുആയും മയ്യിസ്കാരം എല്ലാം ഉണ്ടാവും എന്നുള്ളതായിരിക്കുന്ന പ്രതീക്ഷയും ആശ്വാസമാണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ സ്ഥാപനത്തെ എല്ലാ നിലയും ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് നയിക്കുവാൻ ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികൾക്കും ഇതിന്റെ ഉസ്താദന്മാർക്കും ഇതിന്റെ വേണ്ടപ്പെട്ട എല്ലാവർക്കും എല്ലാ നിലക്കുള്ള കൈവരി നൽകുമാറാവട്ടെ. നമ്മൾക്കെല്ലാവർക്കും ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും എല്ലാ നിലക്കും ഈ മഹത്തായ സ്ഥാപനത്തെ സഹായിക്കുവാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതിനു വേണ്ടി സഹായിക്കുന്ന എല്ലാ ആൾക്കാർക്കും ദുആ ചെയ്യണമെന്നും ഇതിന്റെ ഗുണകാംക്ഷികളും ഈ മഹത്തായ സ്ഥാപനത്തിന്റെ എല്ലാം ആയിരിക്കണമെന്നും നിങ്ങളെല്ലാവരും അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും. നമ്മൾക്ക് ഭക്ഷണത്തോടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആരും ഭക്ഷണത്തിന് പുറത്തു പോകേണ്ടതില്ല. പിന്നെ മുനവ്വർ ഇവിടെ തങ്ങള് പാണക്കാട് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ഇവിടെ സ്ഥലത്തെത്തി അടുത്തെത്തി തുടങ്ങിയിട്ടുണ്ട്. അതിനു മുമ്പ് 2-3 താളുകൾ കൂടി ഇവിടെ നിങ്ങളോട് പ്രസംഗിക്കുന്നതാണ്. അത് കഴിഞ്ഞ് ഹക്കീം ഉസ്താദ് നിങ്ങളോട് സംസാരിക്കും. അതിനുശേഷമായിരിക്കും മുനവ്വറിന്റെ സംസാരവും നമ്മുടെ ലൈബ്രറിയുടെ ഉദ്ഘാടനവും ാണ്. അതുകൊണ്ട് എല്ലാവരും ഈ സദസ്സ് ഭംഗിയാവണം. എപ്പോഴും ഒരു കൂടി
ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ ആദ്യത്തെ അധ്യാപകരുടെ കൂട്ടത്തിൽ ഒരാളായിരുന്ന നമ്മുടെ PK മുഹമ്മദ് കുട്ടി മൗലവിയെ അല്പനേരം സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരെ, ആമുഖമൊന്നും നീട്ടുന്നില്ല. പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഇങ്ങനെ ഒന്ന് ഒരുമിച്ച് കൂടാൻ അവസരം ലഭിച്ചതിൽ അൽഹംദുലില്ലാഹ് അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഇവിടെ എത്തുമ്പോൾ ആ പഴയ കാല ഓർമ്മകൾ തേട്ടി വരികയും അതോടൊപ്പം തന്നെ നമ്മളെ മനസ്സിനൊക്കെ വേദനിക്കുന്ന അന്ന് ഞങ്ങളോട് കൂടെ മുൻനിരയിൽ നിന്നിരുന്ന പലവരും നമ്മുടെ കൂടെ ഇന്ന് ഇല്ല എന്നോർക്കുമ്പോൾ, പല നേതാക്കളുമില്ല എന്നോർക്കുമ്പോൾ ആ വേദനയും കൽബിൽ തലോടുകയാണ്. അല്ലാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഗൾഫില് ബോംബെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരവസരത്തിൽ 86ന്റെ ആദ്യത്തില് ബഹുമാനപ്പെട്ട KK ഉസ്താദ് പാണക്കാട് വെച്ച് മർക്കസിന്റെ യോഗം നടക്കുന്നുണ്ട്, അവിടേക്ക് വരണമെന്ന് പറഞ്ഞ് വിളിച്ചു. അന്ന് 86ന്റെ ആദ്യത്തിൽ അന്ന് ഇതിന്റെ ഉദ്ഘാടനം തീരുമാനിച്ചു. അപ്പൊ ഇവിടെ ഒരാള് പ്രവർത്തിക്കാൻ വേണം എന്ന് പറഞ്ഞപ്പോ ഉസ്താദ് പറഞ്ഞെന്നാ മുഹമ്മദ് സുലൈർ തൽക്കാലം ബോംബെക്ക് പോണ്ട, കുറച്ച് ഇവിടെ നിൽക്കട്ടെ. അങ്ങനെ സമസ്തയിലേക്ക് ആവശ്യപ്പെട്ട് ആദ്യമായിട്ട് ഇവിടുത്തെ ഒരു പ്രവർത്തകനായി നിയമിക്കപ്പെട്ട ഒരു സ്റ്റാഫ്, തങ്ങൾ ആദ്യത്തെ വിദ്യാർത്ഥിയായി രജിസ്റ്റർ ചെയ്ത പോലെ തന്നെ ആദ്യത്തെ ഒരു സ്റ്റാഫായിട്ട് അങ്ങനെ നിൽക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. അങ്ങനെ അന്ന് പകലൊക്കെ വന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്ത് പിന്നെ അതോടനുബന്ധിച്ച് ഒരു 3-4 വർഷം ഇവിടെ പ്രവർത്തിക്കാൻ അവസരം കിട്ടി. അൽഹംദുലില്ലാഹ് ആ രംഗങ്ങളിലൊക്കെ പലതും ഓർമ്മ വരികയാണ്. സിമാഷ് പറഞ്ഞതുപോലെ ഞങ്ങളൊക്കെ എല്ലാം ഒഴിവാക്കി വന്നതൊക്കെ പഴയ കുറെ ആളുകൾ നമുക്ക് കാണാൻ പറ്റും. ഏതായാലും കണ്ടവരൊക്കെ കണ്ട്, സന്തോഷിക്കേണ്ടവരൊക്കെ സന്തോഷിച്ച്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് പലതും ചെയ്യാൻ സാധിക്കും. നമ്മൾ പല മേഖലകളിലുമുള്ളവരാണ്. ബഹുമാനപ്പെട്ട അംസൃഷ്ടി ഉസ്താദ് ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മളൊരു കൂട്ടായ്മ ഒന്നുകൂടി നമ്മൾ ഇതിനെ വിപുലീകരിക്കുകയാണെങ്കിൽ, നമ്മുടെ പല ഫോമുകൾ ഇവിടെ ഫില്ല് ചെയ്തു, പലവരും ക്ഷണിച്ചു, പല കാര്യങ്ങളും ഇവിടെ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതൊന്ന് വിപുലമാക്കിക്കൊണ്ട് എല്ലാം നല്ലൊരു കൂട്ടായ്മ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ പൂർവ്വ വിദ്യാർത്ഥികളാൽ നമുക്ക് പലതും ഇവിടെ ചെയ്യാൻ സാധിക്കും. അതിന്റെ പൂർവ്വ അധ്യാപകന്മാരും പൂർവ്വ സ്റ്റാഫും എല്ലാം ആ വിഷയത്തിൽ സഹകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുകൂടൽ ഒരു സാലിഹായ അമലായി സ്വീകരിക്കുകയും നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ സഹപ്രവർത്തകരും പ്രിയപ്പെട്ട മഹാന്മാരായ നേതാക്കന്മാരും, ബഹുമാനപ്പെട്ട KK ഉസ്താദ്, ബഹുമാനപ്പെട്ട തങ്ങൾ പോലെയുള്ള മഹാന്മാരായ നേതാക്കൾ, അവരൊക്കെ ഖബറിടം അല്ലാഹു സ്വർഗ്ഗസ്വപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസരം നൽകിയതിന് നന്ദി രേഖപ്പെടുത്തി നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഇനി നൗഷാദ് കാസർഗോഡ് നിങ്ങളോട് സംസാരിക്കുന്നതാണ്. ക്ലാസ്സിലുണ്ടാവും, ഉടനെ വരണം. അസ്സലാമു അലൈക്കും. ഞാൻ ഇവിടുന്ന് വളരെ ദൂരം കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് എന്ന പ്രദേശത്ത് നിന്ന് ഇവിടെ 1991-93 കാലഘട്ടത്തിൽ ആർട്സ് കോളേജിൽ പഠിക്കാൻ വേണ്ടി വന്നതാണ്. എന്റെ ഒരു ചെറിയൊരു ചരിത്രം പറഞ്ഞാൽ, 9ാം ക്ലാസ്സിൽ പഠിക്കാത്തത് കൊണ്ട് എല്ലാവരും ഇവിടെ നജീബ് കാന്തപുരം സൂചിപ്പിച്ചതുപോലെ ഉപ്പ ഏതെങ്കിലും ഒരു ബോർഡിംഗ് മദ്രസയിൽ കൊണ്ടുവിട്ടാൽ മകൻ 2 വിദ്യാഭ്യാസവും കിട്ടും എന്നുള്ള ആഗ്രഹം കൊണ്ട് വളവന്നൂർ ബാഫക്കി യത്തീംഖാനയുടെ ബോർഡിംഗ് മദ്രസയിൽ എന്നെ കൊണ്ടുവിട്ടു. അൽഹംദുലില്ലാഹ് അവിടെ നിന്ന് SLC പഠിക്കുകയും പാസ്സാകുകയും ചെയ്തു. അത് തന്നെ ഉപ്പയ്ക്ക് വളരെയധികം, എന്റെ ഉപ്പയ്ക്കും എന്റെ കുടുംബത്തിനും സന്തോഷമായി. ഇതുപോലുള്ള സ്ഥാപനത്തിൽ പഠിച്ചാൽ ഇനി മുമ്പോട്ടുള്ള എന്റെ മകന്റെ ജീവിതം വിജയമാകും, ഇഹലോകത്തും പരലോകത്തും വിജയിക്കും എന്നുള്ള ഉദ്ദേശം കൊണ്ട് വേറൊരു സ്ഥാപനം തേടി പോകുമ്പോൾ
ഞങ്ങളുടെ ഫാമിലി സുഹൃത്തായ തിരൂരിലുള്ള ഒരു മുസ്ലിയാർ മുഖേന ഈ മർക്കസിനെ പരിചയപ്പെടുകയും ഇവിടെ എന്നെ ചേർക്കുകയും ചെയ്തു. അൽഹംദുലില്ലാ, ഇവിടുന്ന് വളരെ നല്ല നിലയിൽ തന്നെ ഇവിടുത്തെ ഉസ്താദുമാർ, ഞാൻ ആരെയും തന്നെ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, എല്ലാ ഉസ്താദുമാരും ഇവിടുത്തെ മാനേജ്മെന്റും നല്ല രീതിയിൽ നല്ല ഭക്ഷണം എല്ലാം നൽകി, നിസ്കാരവും അതിന്റെ സുബഹിക്കുള്ള നിസ്കാരവും എല്ലാം സമയത്തിന് തന്നെ നിർവഹിച്ച് ആ ഒരു അടിത്തറ അൽഹംദുലില്ലാ ഇന്നും എനിക്ക് നിലനിർത്തി പോകാൻ സാധിക്കുന്നുണ്ട്. എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വിജയം ഞാനും എന്റെ കുടുംബവും ഇന്ന് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഈ മർക്കസാണ് എന്നുള്ളത് പറയാൻ ഞാൻ ഒരു മടിയും എവിടെയും ഇതുവരെ കാണിക്കാറില്ല. ഇവിടുന്ന് ആദ്യകാലത്ത് വന്നപ്പോൾ എനിക്ക് ഇംഗ്ലീഷിൽ ലെറ്റർ എഴുതാൻ അറിയില്ല. നജീബ് കാന്തപുരത്തിന് അറിയുമോ എന്നറിയില്ല. അദ്ദേഹം എനിക്ക് ഇംഗ്ലീഷിൽ ഒരു ലെറ്റർ എഴുതി തന്നു. ഞാൻ ഇത് നാട്ടിലേക്ക് അയച്ചു. എന്നിട്ട് കളവ് പറഞ്ഞു, ഇത് ഞാൻ എഴുതിയതാണ്. അവൾ വളരെയധികം എന്റെ മാതാപിതാക്കൾ സന്തോഷിച്ചു. എന്റെ മകൻ മലയാളത്തിൽ പോലും ഒരു ലെറ്റർ എഴുതാൻ അറിയാത്ത എന്റെ മകൻ ഇംഗ്ലീഷിൽ ലെറ്റർ എഴുതിയെന്ന് സന്തോഷിച്ചു. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അൽഹംദുലില്ലാ എനിക്ക് സ്വന്തമായി ഇംഗ്ലീഷിൽ ലെറ്റർ എഴുതാൻ സാധിച്ചപ്പോൾ ഞാൻ എന്റെ ഉമ്മയോടും ബാപ്പയോടും പറഞ്ഞു, ഇത് മുമ്പ് എന്റെ ഒരു സുഹൃത്ത്, ഇന്ന് ഞാൻ ആ ഫോട്ടോ കാണിച്ചു പറയും, ഇത് നജീബ് കാന്തപുരം. അൽഹംദുലില്ലാ അദ്ദേഹം ഇന്ന് വലിയൊരു നേതാവാണ്. ആ നജീബ് കാന്തപുരം എഴുതിയ ലെറ്ററാണ് നിങ്ങൾക്ക് ആദ്യം അയച്ചത്. രണ്ടാമത് എഴുതിയത് ഞാനാണ്. അതിൽ സാഹിത്യങ്ങളില്ല, ഒരു പച്ച ഇംഗ്ലീഷാണ്. നജീബ് കാന്തപുരം എഴുതിയത് നല്ല സാഹിത്യത്തിൽ കൂടിയുള്ള ഇംഗ്ലീഷാണ്. അപ്പൊ അതുപോലെ അൽഹംദുലില്ലാ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട്. ഒരിക്കലും പറഞ്ഞാൽ തീരില്ല. ഏകദേശം 250 കിലോമീറ്റർ ദൂരത്താണ്. അവിടെ നിന്നാണ് ഞാൻ ഇവിടെ പഠിക്കാൻ വന്നത്. എന്റെ സംസാര രീതിയും മാറ്റം വന്നത് ഇവിടെയാണ്. ഞങ്ങളെ കാസർഗോഡ് സ്ലാങ് അതേ രീതിയിൽ സംസാരിച്ചാൽ ആർക്കും ഇവിടെ ഒന്നും അറിയില്ല. ഇവിടുന്നാണ് ഇനി പുറത്തുപോയി ഞാൻ അവിടെ സംസാരിച്ച്, നീ കാസർഗോഡുകാരനല്ലല്ലോ, നിന്റെ സംസാരം വളരെയധികം വ്യത്യസ്തമായിട്ടുണ്ടല്ലോ, നീ മലപ്പുറമോ കണ്ണൂർ എന്നാണ് ആൾക്കാർ എന്നോട് ചോദിക്കുന്നത്. അത്രയും ഒരു ജീവിതത്തിൽ പൊതുസമൂഹത്തോട് ബന്ധപ്പെടുവാനുള്ള ഒരു പക്വത ഈ മർക്കസിൽ നിന്നും ഉണ്ടാക്കി തന്നു. അതുപോലെ സെയ്ദലി ഉസ്താദിന് എന്നെ വളരെയധികം അറിയാം. എങ്ങനെയെന്ന് പറഞ്ഞാൽ ഗൾഫിൽ നിന്ന് എന്റെ അളിയനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ മർക്കസിന്റെ കാര്യം പറഞ്ഞപ്പോൾ സെയ്ദലി ഉസ്താദിന് വളരെയധികം സന്തോഷം അന്ന് തോന്നിയിരുന്നു. നമ്മളെ മമ്മൂഞ്ഞിന്റെ അളിയനല്ലേ, ഈ മർക്കസിലാണ് പഠിച്ചത് എന്ന് പറയുമ്പോൾ തന്നെ എന്നെ വളരെയധികം സന്തോഷത്തോടുകൂടി സ്വീകരിച്ച മഹൽ വ്യക്തിയാണ് സെയ്ദലി ഉസ്താദ്. അതുപോലെ എല്ലാവരോടും ഈ മർക്കസ് ഇനിയും ഞങ്ങളെ ഇതുപോലെ ഓർക്കണം. ആരുടെ മുന്നിലും ഈ മർക്കസിനെ കുറിച്ച് പറയുമ്പോൾ വളരെയധികം, ഇപ്പോൾ വാഫി ബിരുദവും വഫിയ ബിരുദവും എടുത്ത് പുറത്തിറങ്ങുന്ന ഓരോ കുട്ടിയെയും കാണുമ്പോൾ ഞാൻ പഠിച്ച മർക്കസിൽ നിന്ന് പുറത്തിറങ്ങുന്ന കുട്ടികളാണ് എന്ന് തോന്നുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു. എല്ലാവരുടെ ദുആയിലും എന്നെ ഉൾപ്പെടുത്തണം. അതുപോലെ എല്ലാവർക്കും, എന്നെ പഠിപ്പിച്ച എല്ലാ അധ്യാപകന്മാർക്കും എന്റെ സഹപാഠികൾക്കും ഉസ്താദുമാർക്കും ഞാനും ദുആ ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇനി പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കുന്നത്ത് മുഹമ്മദ് നിങ്ങളോട് സംസാരിക്കും. ബഹുമാനപ്പെട്ട വേദിയിൽ സന്നിധരായിട്ടുള്ള പ്രിയപ്പെട്ട ഉസ്താദുമാർ,
മർക്കസ് 92-93 ബാച്ച് SLC-യിലാണ് ഞങ്ങളോട് ഉണ്ടായിരുന്നത്. ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു ബാച്ച് എന്ന് പറഞ്ഞാൽ മുനവർ തങ്ങള് ഞങ്ങളെ ബാച്ചിലായിരുന്നു. പിന്നെ അതിനുശേഷം 2 പ്രാവശ്യം പൂർവ്വ വിദ്യാർത്ഥിയാകാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് പോയതിനു ശേഷം 2000 ഇവിടെ വീണ്ടും മർക്കസിൽ ഒന്ന് BEd പൂർത്തിയാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. മർക്കസ് ഞങ്ങളെ എല്ലാ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുന്നത് ഓൾറൗണ്ട് ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ് എന്നാണ്. എല്ലാ സർവ്വതോന്മുഖമായ മനുഷ്യന്റെ വികാസം. അതിന് മർക്കസ് അത് ശരിക്ക് അർത്ഥവത്താക്കുന്ന പ്രവർത്തനങ്ങൾ മർക്കസിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ഞങ്ങളെ ശാരീരിക വളർച്ചയ്ക്ക് ഇപ്പോൾ ഇവരെ ആർക്കും ഓർമ്മ ഉണ്ടോയെന്നറിയില്ല, ഞങ്ങൾക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷന് വന്ന ടീച്ചേഴ്സ് ഒന്ന് വീരാൻകുട്ടി സാറാണ്. വീരാൻകുട്ടി സാർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മലപ്പുറം ജില്ലാ സ്പോർട്സ് കൗൺസിലിൽ പ്രവർത്തിക്കുന്ന കോച്ചായിട്ട് പ്രവർത്തിക്കുന്ന വീരാൻകുട്ടി സാറാണ് മർക്കസ് അന്ന് തന്നെ അത്രയും ടാലന്റിൽ ഒരാൾ. ഇപ്പോഴാണ് അദ്ദേഹം സ്പോർട്സ് കൗൺസിൽ കോച്ചായത്. മർക്കസ് അന്ന് തന്നെ അദ്ദേഹത്തെ ഉള്ളത്. പിന്നെ രണ്ടാമത് ഞങ്ങളെ PT ആയിട്ട് അന്നത്തെ മലപ്പുറം സെവൻസ് ഫുട്ബോൾ ഏറ്റവും നല്ല കളിക്കാരനായിരുന്ന ഷൗക്കത്ത് സാറാണ് അദ്ദേഹത്തെ. അപ്പോൾ ആ ഡെവലപ്മെന്റ് ബോഡി, അതുപോലെ മാനസികമായിട്ട് ഞങ്ങളെ സാർമാര് എല്ലാവരും ഞങ്ങളെ നല്ല മക്കളെ പോലെ സ്നേഹിച്ച ടീച്ചേഴ്സ്, അതുപോലെ എല്ലാ രീതിയിലും നമ്മളെ ഒരു പുരോഗതി നമ്മളെ കൈവരിക്കാൻ വേണ്ടി എല്ലാ പ്രവർത്തനവും മർക്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ കുട്ടി ഉസ്താദ് കഴിഞ്ഞ ദിവസം ഉസ്താദിനെ ഇവിടെ വന്ന് കണ്ടിരുന്നു. അപ്പൊ ഉസ്താദ് അതേ രീതിയിൽ തന്നെ ഞങ്ങളോട് അതേ ചുറുചുറുക്കോടുകൂടി ഇപ്പോഴും ഇതിന്റെ നേതൃത്വത്തിലുണ്ട് എന്ന് അൽഹംദുലില്ലാ. അത് വലിയൊരു കാര്യം തന്നെയാണ്. അതുപോലെ നമുക്ക് മർക്കസിനെ കുറിച്ച് ഓർക്കുമ്പോൾ കുറച്ച് ദുഃഖം ഞങ്ങൾ ബാക്കിയാണ്. ഞങ്ങളുടെ സുഹൃത്ത് ഷിയാബ് ഞങ്ങളെ ഉണ്ടായിരുന്ന ഒരു അപകടത്തിൽ വെച്ച് മരണപ്പെട്ടു. അതുപോലെ ഞങ്ങളുടെ ഹുസൈനും വളരെ മിതഭാഷിയായിരുന്ന പങ്ക്ച്വാലിറ്റി എന്താണെന്ന് ഞങ്ങൾക്കൊക്കെ പഠിപ്പിച്ചു തരുന്ന പ്രവൃത്തിയിലോ പഠിച്ചൊരു ഹുസൈൻ ഞങ്ങളെ വിട്ടുപോയി. അതുപോലെ നമ്മുടെ ഈ സ്ഥാപനത്തിന് നേതൃത്വം വഹിച്ചിരുന്ന അബ്ദുൽ ഉസ്താദ്, നമ്മുടെ ഉസ്താദ്, അതുപോലെ കൈമലശ്ശേരി, അതുപോലെ നമ്മുടെ കുഞ്ഞുട്ടിയാക്ക, അങ്ങനെ എല്ലാ ആളുകളും അവരൊക്കെ ഈ അവസരത്തിൽ ഓർക്കുന്നു. കുറേയധികം കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ അതിന് സമയം എനിക്കറിയാം ഉസ്താദ് ഇപ്പൊ നീക്കും. അപ്പൊ അതിന്റെ മുമ്പ് എന്തായാലും മർക്കസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഇപ്പൊ മുമ്പ് ആര് പറഞ്ഞ പോലെ ഒരു ദിവസം പോലും മർക്കസിനെ കുറിച്ച് ഓർക്കാൻ ഇരിക്കാൻ ഞങ്ങൾക്ക് ആർക്കും ഇവിടെ പഠിച്ച ആർക്കും കഴിയില്ല. പഠിക്കുന്ന സമയത്ത് കുറച്ച് വിഷമതകൾ ഉണ്ടാവും, അത് നമ്മളെ ഏജിന്റെ പ്രശ്നമാണ്. പക്ഷെ പിന്നീട് അതൊക്കെ പരിഹരിച്ച് ഞാനിപ്പോ ഒരു ഗവൺമെന്റ് സാലറി വാങ്ങുന്ന ഒരാളാണ്. അതിലേക്ക് എന്നെ നയിച്ചത് അതുവരെ ഇവിടെ മർക്കസിൽ കൊണ്ടുവന്ന എല്ലാ ആളുകളും കുറച്ച് വീട്ടിൽ ഒന്നാമത് അധികം ആളുകൾ രക്ഷിതാക്കൾ ഗൾഫിലാണ്. ആ ഒരു സാഹചര്യത്തിൽ വന്ന് കുഴപ്പമില്ല, നല്ല അത്യാവശ്യം ആരുടെ മുമ്പിലും കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു SLC സർട്ടിഫിക്കറ്റുമായി പോയി. പിന്നെ നല്ല രീതിയിൽ തന്നെ ഒരു ജോലി കിട്ടാൻ നമ്മളെ പ്രാപ്തരാക്കിയത് മർക്കസാണ്. പിന്നെ ഇവിടുന്ന് പോയ ഒരാളും ഞങ്ങളെ കൂട്ടത്തിലുള്ള ആളുകളൊക്കെ ഞങ്ങൾക്കറിയാം, എല്ലാ ആളുകളും ജീവിത വിജയം നേടിയ ആളുകളാണ് എല്ലാ തലത്തിലും. പിന്നെ വേറൊരു കാര്യം പറയാം, ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നമ്മുടെ ഇതുപോലുള്ള ഒരു സ്ഥാപനത്തെ കുറിച്ചിട്ട് കുറച്ച് പുറത്ത് ചെറിയൊരു പ്രശ്നം മതി അത് വലുതാക്കി തീർക്കാം. പക്ഷേ മർക്കസ് ഇതുവരെ ഇത്രയായിട്ടും ചെറിയൊരു അപവാദങ്ങളിലും പെടാതെ ഈ സ്ഥാപനത്തെ ഇതുവരെ എത്തിച്ച് നമ്മുടെ ഗുരുതുല്യരായ നമ്മുടെ ഉസ്താദന്മാരും അതുപോലെ അതിന്റെ ബാക്കിലുള്ള നമ്മുടെ നേതാക്കന്മാരും കൂടിയാണ്. അതുപോലെ മർക്കസിന്റെ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞ ഒരു സാഹചര്യങ്ങൾ കുറച്ച് മാറ്റമുണ്ട്. മുമ്പത്തെ കൂടുതൽ റെസിഡൻഷ്യൽ ഹൈസ്കൂള് നില്ലിന്ന് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അത് എത്ര നല്ലതാണോ അല്ലെന്ന് നമുക്ക് അത്ര ഇതില്ല. പക്ഷെ എന്നാലും മലബാർ മേഖല, പ്രത്യേകിച്ച് മലപ്പുറം ജില്ല ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോ കൈവരിച്ച ഈ പുരോഗതിയിൽ മർക്കസിന്റെ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഉള്ള വലിയൊരു കാര്യം, ആരും അറിയാത്ത ഒരു കാര്യം അതിന്റെ പിന്നിലുണ്ട്. മലപ്പുറം ജില്ലയുടെ ഈ പുരോഗതി പലപ്പോഴും അത് പരാമർശിക്കപ്പെട്ടിട്ടില്ലെങ്കിലും അതിൽ മർക്കസ് അതിന്റെ ബാക്കിൽ നല്ലൊരു ബിഹൈൻഡ് ദിസ് കർട്ടൻ എന്ന് പറഞ്ഞ പോലെ ബാക്കിൽ മർക്കസിന്റെ നല്ലൊരു കൈയുണ്ട്. ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, സമയക്കുറവ് ഉണ്ടെന്ന് അറിയാം. ഈ അവസരം തന്ന അതുപോലെ ഇത് മുമ്പ് ഞങ്ങള് BEd കോളേജിലുണ്ടായിരുന്നു, അലുമിനി വിളിച്ച് അത് NCERTയുടെ ഒരു റെക്കഗ്നേഷന്റെ ഭാഗമായിട്ട് അതോടൊരു പിന്നതില്ല. അതുമാതിരി ആവൂലെന്ന് വിശ്വാസമുണ്ട്. ഇനി ഇങ്ങനത്തെ കൂട്ടായ്മകൾ സംഘടിപ്പിക്കണം. ഇതിന് അവസരം തന്ന എല്ലാവർക്കും ഉസ്താദന്മാർക്കും എല്ലാവർക്കും അതിന്റെ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും എന്നെ കേട്ട എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും. ആർക്കും ധൃതിയില്ലല്ലോ? ഉണ്ടോ ധൃതി? വലിയ ധൃതി ഉണ്ടോ? ഇല്ലല്ലേ?
ഇല്ലാതെ മനസ്സിലാക്കുകയാണ്. കരീം ഉസ്താദ് നിങ്ങളോട് ഒരു പാട്ട് പാടും. ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. എനിക്ക് ഒരുപാട് പ്രസംഗിക്കണമെന്നുണ്ട്, പക്ഷേ എന്നെ വിളിച്ചത് പാട്ട് പാടാനാണ്. ഇവിടെ വന്നിറങ്ങിയപ്പോൾ തന്നെ ഹക്കീം ഉസ്താദ് എന്നോട് പറഞ്ഞു, പഴയ ആ ഓർമ്മകൾ കിട്ടാൻ വേണ്ടി പഴയ പാട്ട്, അതായത് കഅബാലയം തന്നെ പാടണം എന്നെ നിർബന്ധിച്ചിരിക്കുകയാണ്. പക്ഷേ ഇപ്പൊ ആ ഫീൽഡൊക്കെ വിട്ടു, സ്വരമാധുരിയൊക്കെ പോയി, അതൊന്നും ബന്ധമില്ലാത്തതുകൊണ്ട് കഅബാലയൊന്നും എനിക്ക് ശരിക്കും ഓർമ്മ കിട്ടുന്നില്ല. എങ്കിലും എനിക്കറിയാവുന്ന ഒരു പാട്ട് ഞാൻ പാടാം. ഞാൻ നല്ലൊരു പാട്ട് പാടണം എന്ന് ഉദ്ദേശിച്ച് വീണ്ടും ഇന്ന് കഅബാലയം തന്നെ പാടണം എന്ന് പറയാണ്. കഅബാലയം കാണിക്കണേ അല്ലാ, കരുണാമയം ചാണിക്കണേ അല്ലാ. എനിക്ക് അതിന്റെ വരികൾ കിട്ടുന്നില്ല, ഞാൻ വേറെ പാട്ട് പാടാൻ പോവാ.